തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥിയാണ്. ഭരണം ഉറപ്പെന്നാണ് AK ഹഫീസ് പറയുന്നത്. അതേസമയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോട്ടയത്ത് LDF UDF മുന്നണികൾക്കുള്ളിൽ നല്ല തർക്കം നടക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കി. 15 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 13 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവും INTUC ജില്ലാ പ്രസിഡന്റുമായ AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. വിജയം സുനിശ്ചിതമെന്നും 25 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിലെ അഴിമതി തുറന്നുകാട്ടി തെരഞ്ഞെടുപ്പിനെ നേടുമെന്നും AK ഹഫീസ് 24 പറഞ്ഞു. പ്രാവശ്യം നല്ല പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷക്കാലമായി കൊല്ലം നഗരത്തിലെ ജനങ്ങൾ 25 വർഷക്കാലം കോർപ്പറേഷനും അതിനു മുമ്പ് 5 വർഷക്കാലം മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ കൊല്ലം നഗരത്തിലാണ് ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. തൊട്ട് നിലയിലാണ് എവിടെ തൊട്ടാലും നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ അഴിമതി നിറഞ്ഞൊരു ഭരണ സംവിധാനം അത് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. 10 സീറ്റുകളിൽ RSPയാണ് മത്സരിക്കുന്നത്. അതേസമയം കോട്ടയത്ത് സീറ്റ് വിഭജനം മുന്നണികൾക്ക് കീറാമുട്ടിയെ തുടരുകയാണ്. ഒരു സീറ്റ് അധികമായി വന്നതോടെ ഈ സീറ്റിനെ ചൊല്ലിയാണ് ഇരു മുന്നണികളിലെയും തർക്കം. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.